കർത്താവിൽ പ്രിയരെ, എല്ലാവർക്കും എൻ്റെ വന്ദനം. നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായി വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്ന് 3 ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ദൈവ ഇഷ്ടത്താൽ ദൈവത്തെ അനുസരിച്ച് ജീവിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? രണ്ടാമതായി, ദൈവത്തിന് വിരോധമായി ദൈവത്തെ അനുസരിക്കാതെ ജീവിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? മൂന്നാമതായി, ദുഷ്ടത വിട്ടുമാറി ദൈവസന്നിധിയിൽ അനുതപിച്ചാൽ എന്ത് സംഭവിക്കും? ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് വരാം. ഒരു മരുഭൂമിയിൽ ഏകയായി ഒരു പക്ഷി കഴിഞ്ഞിരുന്നു. അത് രോഗിയായിരുന്നു. അതിൻ്റെ തൂവലുകൾ കൊഴിഞ്ഞുപോയി. പറക്കാൻ സാധിക്കില്ല. കഴിപ്പാൻ ആഹാരമോ കുടിപ്പാൻ വെള്ളമോ വിശ്രമിപ്പാൻ കൂടോ ഇല്ലായിരുന്നു. വളരെ പരിതാപകരമായ അവസ്ഥ. ഒരു ദിവസം ഒരു പ്രാവ് അതുവഴി കടന്നുപോയി. രോഗിയും ദുഃഖിതയുമായ പക്ഷി പ്രാവിനെ നിർത്തി അന്വേഷിച്ചു. നീ എവിടേക്കാണ് പോകുന്നത്? അത് പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. പക്ഷി പറഞ്ഞു, എൻ്റെ ഈ ദുരിതമൊക്കെ എന്ന് തീരുമെന്ന് ചോദിച്ചറിയാമോ എന്ന്. തീർച്ചയായും എന്ന് പറഞ്ഞ് പ്രാവ് സ്വർഗത്തിലേക്ക് പോയി. പ്രാവ് സ്വർഗത്തിലെത്തി. പക്ഷിയുടെ ദൂത് സ്വർഗത്തിലെ മാലാഖമാരിൽ പ്രധാനിയുമായി പങ്കുവച്ചു. മാലാഖ പറഞ്ഞു, വരുന്ന 7 വർഷം ഒരു മാറ്റവും ഉണ്ടാവില്ല. എല്ലാ ദുരിതങ്ങളും അനുഭവിക്കണം. സന്തോഷം ഉണ്ടാവില്ല. പ്രാവ് പറഞ്ഞു, ഇതറിഞ്ഞാൽ രോഗിയായ പക്ഷിയുടെ ഹൃദയം തകർന്നു പോകും. എന്തെങ്കിലും പരിഹാരമുണ്ടോ? മാലാഖ പറഞ്ഞു, ടെൽ ഹിം ടു റിസൈറ്റ് ദിസ് വേർഡ്സ്, താങ്ക് യു ഗോഡ് ഫോർ എവറിത്തിങ് ഓൾവേസ്. അതിനോട് പറയുക, എല്ലാത്തിനും ദൈവത്തോട് നന്ദി പറയാൻ എല്ലായ്പ്പോഴും. പ്രാവ് വീണ്ടും പക്ഷിയെ കണ്ടപ്പോൾ മാലാഖ പറഞ്ഞത് അത് അറിയിച്ചു. പിന്നെ 7 ദിവസത്തിന് ശേഷം പ്രാവ് വീണ്ടും പക്ഷിയെ കാണുമ്പോൾ അത് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നതായി കണ്ടു. പക്ഷിയുടെ തൂവലുകൾ മുളച്ചു വരുന്നു. മരുഭൂമിയിൽ ചെറിയ കുളത്തിൽ വെള്ളം കണ്ടു. ചെറിയ ഒരു ചെടി മുളച്ചു വരുന്നു. പക്ഷി പാടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുന്നു. പ്രാവ് അത്ഭുതപ്പെട്ടു. പ്രാവ് വീണ്ടും സ്വർഗത്തിലെത്തി കണ്ടതൊക്കെ മാലാഖയോട് പറഞ്ഞു. മാലാഖ പറഞ്ഞു, കണ്ടതൊക്കെ ശരിയാണ്. അടുത്ത 7 വർഷത്തേക്ക് ഒരു സന്തോഷവും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞതും ശരിയാണ്. എന്നാൽ the bird was reciting the words, thank you God for everything in every situation in its life. It is life changed. പക്ഷി തൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യത്തിലും ആ വാക്യം ഉരുവിട്ടുകൊണ്ടിരുന്നു. ദൈവമേ, എല്ലാത്തിനും നന്ദി എന്ന്. അത് അതിൻ്റെ ജീവിതം തന്നെ മാറ്റി. പക്ഷി പൊള്ളുന്ന മണിലേക്ക് വീണപ്പോൾ പറഞ്ഞു, ദൈവമേ, എല്ലാത്തിനും നന്ദി. പറക്കാൻ സാധിക്കാഞ്ഞപ്പോൾ പറഞ്ഞു, ദൈവമേ, എല്ലാത്തിനും നന്ദി. ദാഹിച്ച് വെള്ളം കിട്ടാതെ വന്നപ്പോൾ പറഞ്ഞു, ദൈവമേ, എല്ലാത്തിനും നന്ദി. വിശന്ന് ആഹാരം കിട്ടാതെ വന്നപ്പോൾ പറഞ്ഞു, ദൈവമേ, എല്ലാത്തിനും നന്ദി. എല്ലാ പ്രതികൂല സാഹചര്യത്തിലും പറഞ്ഞുകൊണ്ടിരുന്നു, ദൈവമേ, എല്ലാത്തിനും നന്ദി. Therefore 7 years got dissolved in 7 days. അങ്ങനെ 7 വർഷം 7 ദിവസമായി മാറ്റിയെടുത്തു.
how powerful the attitude of gratitude is. It can reshape our lives. നമ്മുടെ മനോഭാവവും നന്ദിയും നമ്മുടെ ജീവിതം തന്നെ മാറ്റിയെടുക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും കഷ്ടതയിലും ദുരിതത്തിലും കൂടി 7 വർഷമോ 10 വർഷമോ അതിലധികമോ കാലമായി കടന്നു പോകുന്നവർ ഉണ്ടാവാം. അവർ ചോദിക്കാറുണ്ട്, എന്ന് തീരും ഇതൊക്കെ? ശരിയല്ലേ? നമ്മളിൽ പലരും സ്വയം ചോദിക്കുന്നതും മറ്റുള്ളവരോട് പറയുന്നതും ഇതൊക്കെ തന്നെയല്ലേ? അവസാനത്തെ പിടിവള്ളിയായിട്ടാണ് പലരും ദൈവത്തെ സമീപിക്കുന്നതും അപേക്ഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ. എന്നിട്ട് ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല. എന്താണ് കാരണം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് കാരണം? നിങ്ങളുടെ ഹൃദയം പൂർണ്ണമായും ശുദ്ധമാണോ? ആരോടെങ്കിലും പിണക്കവും പകയും വിദ്വേഷവും ഉണ്ടോ? നിങ്ങൾ ആരെയെങ്കിലും വേദനിപ്പിക്കുകയോ മുറിപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടോ? അവരോടൊക്കെ നിരപ്പായോ? നിങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്തോ? മലിനപ്പെട്ട ഒരു ഹൃദയവുമായി ദൈവത്തോട് അപേക്ഷിച്ചാൽ, പ്രാർത്ഥിച്ചാൽ അത് എത്തേണ്ടിടത്ത് എത്തുകയില്ല. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഒന്നാമതായി, ദൈവ ഇഷ്ടത്താൽ ദൈവത്തെ അനുസരിച്ച് ജീവിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? 2 രാജാക്കന്മാർ 20-ാം അധ്യായം 1 മുതൽ 7 വരെ. 2 Kings chapter 20 verse 1 to 7. അക്കാലത്തെ ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നു, നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവ് നടുമുറ്റം വിട്ടു പോകും മുമ്പേ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ പ്രഭുവായ ഹിസ്കിയാവിനോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഹിസ്കിയാവ് വിശ്വസ്തനായിരുന്നു, സത്യസന്ധനായിരുന്നു, ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവ ഇഷ്ടത്താൽ നടന്നവനായിരുന്നു. അവൻ്റെ അപേക്ഷ, അവൻ്റെ നിലവിളി ദൈവം കേട്ടു. അവൻ്റെ ആയുസ് 15 സംവത്സരം നീട്ടിക്കൊടുത്തതായി നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലരും രോഗാവസ്ഥയിൽ, ആശുപത്രിയിൽ കിടക്കയിൽ, ഓപ്പറേഷൻ തിയേറ്ററിൽ, ICUവിൽ ഒക്കെ കിടന്നിട്ടുണ്ടാവാം. മരണത്തെ മുഖാമുഖം കണ്ട സന്ദർഭങ്ങൾ. വീണ്ടും ജീവിതത്തിലേക്കൊരു തിരിച്ചുവരവ് ഉണ്ടാവുമോ എന്നറിയാതെ. ഒരു പക്ഷേ ദൈവം നീട്ടിത്തന്ന ആയുസ് കൊണ്ടാവാം ഇപ്പോഴും ഉള്ളത്. രണ്ടാമതായി, ദൈവത്തിന് വിരോധമായി
ദൈവത്തെ അനുസരിക്കാതെ ജീവിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? സംഖ്യാപുസ്തകം 14 അധ്യായം 27 മുതൽ 34 വരെ. നമ്പേഴ്സ് ചാപ്റ്റർ 14 വേഴ്സ് 27 to 34. ചുരുക്കമായി പറയട്ടെ, ഈ ദുഷ്ടസഭ എത്രത്തോളം എനിക്ക് വിരോധമായി പിറുപിറുക്കും. ഇസ്രയേൽ മക്കൾ എനിക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. അവരോട് പറവീൻ, ഞാൻ കേൾക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്നാണ് ഞാൻ ചെയ്യുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഈ മരുഭൂമിയിൽ നിങ്ങളുടെ ശവം വീഴും. നിങ്ങളുടെ മക്കൾ മരുഭൂമിയിൽ 40 സംവത്സരം ഇടയരായി സഞ്ചരിച്ച് നിങ്ങളുടെ പാതിവൃത്യഭംഗം വഹിക്കും. താഴേക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ കാണാം: ദേശം ഉറ്റുനോക്കിയ 40 ദിവസത്തിൻ്റെ ഒത്തവണ്ണം ഒരു ദിവസത്തിന് 1 സംവത്സരം വീതം 40 സംവത്സരം നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എൻ്റെ അകൽച്ച അറിയും. ഇവിടെ നാം കാണുന്നത് ഇസ്രായേൽ മക്കൾ സ്വന്തം അകൃത്യങ്ങളാലും ദൈവത്തിനു വിരോധമായി പ്രവർത്തിച്ചും ദൈവകോപം വരുത്തി 40 സംവത്സരം മരുഭൂമിയിൽ കഷ്ടതയും യാതനയും അനുഭവിച്ചതായിട്ടാണ്. മൂന്നാമതായി, ദുഷ്ടത വിട്ടുമാറി ദൈവസന്നിധിയിൽ അനുതപിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? യോന 3 അധ്യായം 1 മുതൽ 10 വരെ. യോന ചാപ്റ്റർ 3 വേഴ്സ് 1 to 10. ചുരുക്കമായിട്ട് പറയട്ടെ, നിനവയുടെ ദുഷ്ടത ദൈവസന്നിധിയിലെത്തിയപ്പോൾ യഹോവ യോനയോട് അരുളി ചെയ്തത്, നീ അവിടെ ചെന്ന് അവർക്കെതിരായി സംസാരിക്ക എന്ന്. യോന നിനവയിൽ ചെന്ന്, ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകും എന്ന് ഘോഷിച്ചു പറഞ്ഞു. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു, ഒരു ഉപവാസം പരസ്യം ചെയ്തു. വർത്തമാനം നിനവെ രാജാവിൻ്റെ അടുക്കൽ എത്തിയാറെ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവച്ചു രട്ട് പുതച്ച് വെണ്ണീറിൽ ഇരുന്നു. നിനവയിൽ എങ്ങും ഒരു വസ്തുവും ആസ്വദിക്കാതെ ഉച്ചത്തിൽ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചു. അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ചു. അത് വരുത്തിയതുമില്ല. ഇവിടെ നാം കാണുന്നത് നിനവേക്കാരുടെ വിശ്വാസം, അനുതാപം, തിരുത്തൽ, ദൈവസന്നിധിയിലുള്ള അർപ്പണ മനോഭാവം ഒക്കെ കൊണ്ട് അവരുടെ ജീവനും രാജ്യവും വീണ്ടെടുത്തതായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ദൈവദാസന്മാർക്കും ദേവാലയങ്ങൾക്കും യാതൊരു കുറവുമില്ല. മനുഷ്യരുടെ കഷ്ടതയും പ്രയാസവും ആധിയും ഭയവുമൊക്കെ ചൂഷണം ചെയ്യുന്നവരുമുണ്ട്, ഭൗതിക നേട്ടങ്ങൾ ലക്ഷ്യമാക്കിയുള്ളവർ. ധാരാളം പേർ അവരുടെ പിന്നാലെ പോകുന്നു, സമൃദ്ധിയുടെ പിന്നാലെ, പ്രോസ്പിരിറ്റിയുടെ പിന്നാലെ. ക്രിസ്തുവില്ലാത്ത കൂട്ടങ്ങൾ, ക്രിസ്തുവില്ലാത്ത ആരാധനകൾ. ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഉടനീളം ദൈവത്തെ സ്തുതിക്കുകയും നന്ദി കരയറ്റുകയും ചെയ്തിരുന്നു. ഒരു പാവം ഇടയബാലനായിരുന്ന തന്നെ ഇസ്രയേലിൻ്റെ സിംഹാസനത്തിൽ എത്തിച്ച ദൈവത്തോട് നന്ദിയുള്ളവനായിരുന്നു അവസാനം വരെ. നമ്മുടെ സൗഭാഗ്യങ്ങളിൽ എപ്പോഴെങ്കിലും ദൈവത്തോട് നന്ദി പറയാൻ സാധിച്ചിട്ടുണ്ടോ?
എല്ലാം സ്വന്തം പരിശ്രമത്താൽ, സ്വന്തം പ്രയത്നത്താൽ നേടിയതാണെന്നുള്ള അഹങ്കാരവും അഹന്തയും ഒരു പക്ഷേ അതിനു തടസ്സമായിരിക്കാം. നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ മടക്കി തരാൻ കഴിവുള്ളവനത്ര ദൈവം. ഓരോ ദിവസവും നമ്മെ ഇവിടെ നിർത്തിയിരിക്കുന്നതിനായി, പട്ടിണിയിടാതെ ഓരോ ദിവസവും നമ്മെ പോറ്റിക്കിട്ടിരിക്കുന്നതിനായി നന്ദി പറയണ്ടേ? അവസാനമായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നാം പാർക്കുന്ന ഭവനങ്ങൾ ഒരു മുറിയാണെങ്കിലും കൊട്ടാര സദൃശ്യമാണെങ്കിലും അത് സ്വർഗവും നരകവും ആക്കുന്നത് മറ്റാരുമല്ല, അതിൽ പാർക്കുന്നവർ തന്നെയാണ്. നമ്മുടെ മനോഭാവവും നന്ദിയും നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും. Our attitude of gratitude, it can reshape our lives. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നമ്മോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.